എം വി ഗോവിന്ദൻ മാധ്യമങ്ങളെ കാണുന്നുണ്ട്. അദ്ദേഹത്തിനോട് ഇപ്പോൾ ഈ ചോദ്യമാണ് ചോദിക്കുക. നമുക്കൊന്ന് കേൾക്കാം. പത്രവാർത്തയെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് നിങ്ങൾക്ക് ഓരോന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. അതിന്റെ പ്രോസസ് നടക്കുക. നിങ്ങൾ എന്തിനാണ് വെപ്രാളപ്പെടുന്നത്? പകുതി വന്നിട്ട് നിലപാട് സ്വീകരിക്കേണ്ട കാര്യം നല്ലോണം പോകട്ടെ പോരെ. അല്ല, അത് കോടതിയല്ലേ പറയേണ്ടത്. കോടതിയുടെ മുമ്പിൽ വരട്ടെ. വന്നിട്ടാകുമ്പോൾ നമുക്ക് പറയാം. ആയിരുന്നു. അപ്പൊ അങ്ങനെ ഒരു മാറ്റം വന്നല്ലോ. അല്ല, എന്നാലും ഒരു പാർട്ടിയുടെ സജീവ ആളാണ് അറസ്റ്റിലായിട്ടുള്ളത്. ആയിക്കോട്ടെ, ഇനി അദ്ദേഹത്തിനെ ശിക്ഷിക്കുന്നതിന് ശിക്ഷിക്കട്ടെ. അപ്പോൾ ആവശ്യമായ നിലപാട് ഞങ്ങൾ സ്വീകരിക്കും. അറസ്റ്റ് ചെയ്തു എന്നുള്ളതുകൊണ്ട് മാത്രം ഒരാളെയും ശിക്ഷിക്കാൻ പറ്റില്ലല്ലോ. നിങ്ങൾ ആരെങ്കിലും അങ്ങനെ അംഗീകരിച്ചിട്ടുണ്ടോ? അറസ്റ്റ് ചെയ്തു, അപ്പോൾ ഉടനെ തന്നെ പാർട്ടിയിൽ നിന്ന് ഒഴിവാക്കുന്നുള്ളത്. അതെ, ഞാൻ പാർട്ടിയുടെ നിലപാടാണ് ഞാൻ പറഞ്ഞത്. ഞാൻ അന്നും പറഞ്ഞു ഇന്നും പറഞ്ഞു. കടകംപള്ളി സുരേന്ദ്രൻ പറഞ്ഞതിന് ശേഷവും പറഞ്ഞു, പറഞ്ഞതിന് മുമ്പും പറഞ്ഞു, ഒരാളെയും പാർട്ടി സംരക്ഷിക്കുന്ന പ്രശ്നം ഉത്ഭവിക്കുന്നില്ല. അത് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്കെന്താ? ഞങ്ങൾക്കില്ലാതെ വിഷമം നിങ്ങൾക്കെന്തിനാ? പക്ഷെ ഇപ്പോഴും പറഞ്ഞു അറസ്റ്റ് ചെയ്താൽ ഒന്നും ആവില്ല എന്നാ പറഞ്ഞു. അറസ്റ്റ് ചെയ്തുകൊണ്ട് മാത്രം പൂർത്തിയാവുമല്ലോ. ആവുമോ? അത് ഏത് നിയമത്തിനനുസരിച്ച് അങ്ങനെയാവുക? നിങ്ങൾക്ക് വല്ല നിയമമുണ്ടോ അങ്ങനെ? ഒരാളെ അറസ്റ്റ് ചെയ്ത് ഉടനെ കുറ്റവാളിയാണ് തീരുമാനിക്കല. അറസ്റ്റ് ചെയ്താൽ എൻ്റെ അർത്ഥം എന്താ അറിയോ? എന്നാ അല്ല, അറസ്റ്റ് ചെയ്താൽ എന്താ അതിൻ്റെ അർത്ഥം? അത് പറ. ഇവർക്ക് ആയിട്ടാണ് ഇങ്ങനെ പറഞ്ഞു പോകുന്നില്ല. നല്ലത് സംശയം ഉള്ളതുകൊണ്ടല്ലേ ഞാൻ ചോദിക്കുന്നത്. അറസ്റ്റ് ചെയ്ത് ഒരാളെ പ്രതിയാക്കി. ആ പ്രതിയാക്കിയാൽ എന്താ അതിൻ്റെ അർത്ഥം? കുറ്റാരോപിതനാണെന്നേ ഉള്ളൂ. പറഞ്ഞു കേട്ടില്ലേ? ഈ ഘട്ടത്തിൽ ഒരു കുറ്റാരോപിതനാണെന്ന് മാത്രമേ ഉള്ളൂ. കുറ്റം തെളിയിക്കുന്നതിന് ആവശ്യമായ രീതിയിലുള്ള എല്ലാ പരിസ്ഥിതിയും കേരളത്തിലെ ഇടതുപക്ഷ മുന്നണി ഗവൺമെൻറ് ഒരുക്കിയിട്ടുണ്ട്. ആരെ വേണമെങ്കിലും അവർക്ക് അറസ്റ്റ് ചെയ്യാം, ആരെ വേണമെങ്കിലും ചോദ്യം ചെയ്യാം, ആരെ വേണമെങ്കിലും കേസിൻ്റെ ഭാഗമായിട്ട് ആവശ്യമായ രീതിയിലുള്ള നിലപാടിലേക്ക് എത്തിക്കുക, നിയമത്തിൻ്റെ മുമ്പ് കൊണ്ടുവരിക. ആ നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരുന്ന ഓരോരുത്തരെയും ശരിയായ രീതിയിൽ ശിക്ഷിക്കപ്പെടട്ടെ എന്നാണ് നമ്മുടെ. ഈ ഘട്ടത്തിലും പറയുന്നത് കടകംപള്ളി അടക്കമുള്ളവർ അല്ല, പ്രതിപക്ഷം പറയും നോക്കണം. പ്രതിപക്ഷം എപ്പോഴെങ്കിലും വല്ല ക്രിയേറ്റീവ് അഭിപ്രായം പറഞ്ഞിട്ടുണ്ടാകും. എല്ലാം വിരുദ്ധമായ നിലപാട് മാത്രമേ പറഞ്ഞിട്ട് ഇതുവരെ. BJP പറയുന്നതും കോൺഗ്രസ് പറയുന്നതും എല്ലാം എന്താ പറഞ്ഞാൽ എല്ലാ വികസനത്തിനെതിരാണ്. വികസന പ്രവർത്തനങ്ങൾ കേരളത്തിൽ നടത്താൻ പറ്റില്ല എന്ന് പറഞ്ഞ ലോകത്തിലെ ഒറ്റ പ്രതിപക്ഷമേ ഉള്ളൂ. അത് ഇവിടുത്തെ കോൺഗ്രസും BJP-യാണ്. വേറെ ലോകത്തൊരു പ്രതിപക്ഷവും ഇന്നേ വരെ ഇങ്ങനെ പറഞ്ഞിട്ടില്ല. ആര് പിടിച്ചാലും ഒരാളെയും സംരക്ഷിക്കില്ല. സർക്കാരിന്റെ നയമാണ്, പാർട്ടിയുടെ നയം അതാണ്. പോരെ, ഇല്ല, നമ്മൾ ഓരോരുത്തരുടെ തൃപ്തി നോക്കിയിട്ടല്ലോ പോക്ക്. നമ്മൾ ഓരോരുത്തരും നമ്മളെ തൃപ്തി നോക്കിയിട്ടാണ് പോകുന്നത്. അവരവരുടേതായ രീതിയിൽ പോകുന്നുണ്ട്, പോയിക്കോട്ടെ. ഞങ്ങൾക്കത് യാതൊരു തർക്കമില്ല. ഞങ്ങൾ ആദ്യം പറഞ്ഞത് തന്നെ ഇപ്പോൾ ഉറപ്പിച്ച് പറയുന്നത്, ഒരാളെയും സംരക്ഷിക്കുന്ന ഒരു ഉത്തരവാദിത്വവും പാർട്ടിക്ക്. ഞങ്ങൾ കൈ ശുദ്ധമാണെന്നും ഞങ്ങൾ എന്തിനാണ് ഭയപ്പെടുന്നത്? ആർക്ക് വേണ്ടിയിട്ടാണ് ഭയപ്പെടേണ്ട കാര്യം? ഞങ്ങൾക്ക് എന്തിനാ ഭയം? അവിടെ നിലപാട് തിരിച്ചു പിടിക്കണം. ഒരു ഇഞ്ച് അല്ല, ഒരു ഇഞ്ച് പറയണ്ട, ഒരു തരി സ്വർണം പോലും നഷ്ടപ്പെടാൻ പാടില്ല. അത് ഉറപ്പായിട്ട് എനിക്കറിയാം നഷ്ടപ്പെടില്ല. പോരെ, ആരെങ്കിലും തള്ളി പറയുന്ന വല്ല കാര്യമുണ്ട് നമുക്ക്? എന്തിനാ തള്ളി പറയുന്നത്? ആരും തള്ളി പറയുന്ന കാര്യമില്ല. ഞങ്ങൾ തള്ളി പറഞ്ഞു. ആദ്യം മുതലേ തള്ളി പറഞ്ഞു എല്ലാവരും. ആരാണോ കുറ്റക്കാരായിട്ടുള്ളത് അവരെല്ലാം തള്ളി പറഞ്ഞു, മുമ്പേ തള്ളി പറഞ്ഞു. ഇനി പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. ഒരൊറ്റ ആക്കൂല. ശുദ്ധമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ CPM-ന്റെ കൈ. അതിൽ കളങ്കം ഉണ്ടാക്കാൻ ഒരാളെയും ചുമതലപ്പെടുത്തിയില്ല പാർട്ടി. ആർക്കെങ്കിലും കളങ്കം ഉണ്ടായിട്ടുണ്ടെങ്കിൽ കളങ്കമുള്ള ഒരാളെയും പാർട്ടി സംരക്ഷിക്കില്ല. ഇത്രയും മതി. എന്റെ വിശ്വാസമല്ലല്ലോ പ്രശ്നം. ഞാൻ വിശ്വസിച്ചാലും വിശ്വസിച്ചില്ലെങ്കിലും അതല്ലേ ഉണ്ടാവില്ല. ഒരു തരത്തിലുള്ള സംരക്ഷണം ഉണ്ടാവില്ല. നിങ്ങളെല്ലാം ആഗ്രഹിക്കുന്നത് തിരിച്ചടിയാവും എന്ന് വിചാരിച്ചിട്ടില്ലേ? അതാ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ വേറെന്തോ ശ്രദ്ധിച്ചില്ല? അതാ ഞാൻ പറയുന്നത്. പത്മകുമാറിന്റെ അറസ്റ്റ് ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും കേരളം ചർച്ച ചെയ്യും. ഒരു തിരിച്ചടിയും പാർട്ടിക്കാവില്ല. കാരണം പാർട്ടിയുടെ കൈ ശുദ്ധമാണ് എന്ന് ജനങ്ങൾക്കെല്ലാം അറിയാം. നേരെ മറിച്ച് വികസന പ്രവർത്തനത്തെ മുഴുവൻ തുരങ്കം വെക്കുന്ന UDF-നും BJP-ക്കും എതിരായിട്ട് കേരളത്തിലെ ജനങ്ങൾ കൃത്യമായിട്ട് വിധി ചെയ്തു. അതും ഞങ്ങൾക്ക് നല്ല ധാരണയുണ്ട്. അല്ല, SIന്റെ കണ്ടെത്തലായിട്ടില്ല. അവരിങ്ങനെ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയല്ലേ. ഓരോരോ ആളെ അറസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനിയും അറസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കും. ചാർജ് ഷീറ്റ് കൊടുത്തുകൊണ്ടിരിക്കും. ചാർജ് ഷീറ്റിനെ അടിസ്ഥാനപ്പെടുത്തി കോടതിയിലല്ലേ നിലപാട് സ്വീകരിക്കുക. നോക്കാം. നമുക്ക് പാർട്ടിക്ക് പ്രിയപ്പെട്ടവരായിരുന്നു. ഒരാളും നമ്മൾ പ്രിയപ്പെട്ടവരല്ല. പാർട്ടിയുടെ പ്രിയപ്പെട്ടവരാരാ?
അറിയോ ആരാ? അല്ലല്ല, അതാ ഞാൻ ചോദിച്ചത്. ആരാ പ്രിയപ്പെട്ടവരാരാ? കമ്മ്യൂണിസ്റ്റ് പാർട്ടിൻ്റെ പ്രിയപ്പെട്ടവർ സത്യസന്ധമായി കമ്മ്യൂണിസ്റ്റ് മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തിക്കുന്ന ഓരോരുത്തരും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് നല്ല അംഗീകാരമുള്ള കേഡർമാരും പ്രവർത്തകരും. അല്ലാതെ ഒരാളെയും ഈ പാർട്ടി സംരക്ഷിക്കുന്ന പ്രശ്നമില്ല. ഏത് വിഷയം ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വരുന്ന അല്ല, ഞാൻ ഇപ്പോൾ ഇത്രയും പറഞ്ഞത് പരിശോധിക്കാണ്ട് പറഞ്ഞാ എല്ലാം പരിശോധിച്ചിട്ട് പറഞ്ഞേട്ടാ. പക്ഷേ അറസ്റ്റിന് ഉന്നതരിലേക്ക് പോകുമ്പോഴും ആരെ പേര് വന്നാലും ഞങ്ങളെ സംബന്ധിച്ച് പ്രശ്നമല്ല.